ഞാൻ മത്സരിക്കില്ല. ഞാൻ കഴിഞ്ഞ തവണ തീരുമാനിച്ചാൽ 2001 എന്തൊക്കെയോ നിർബന്ധ ബുദ്ധിമുട്ട് അല്ലല്ല ഞാൻ തീരുമാനിക്കും. അല്ലല്ല അതന്നെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ മത്സരിക്കാൻ ഇല്ലായിരുന്നു. പക്ഷേ വളരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മത്സരിച്ചത്. എല്ലാ സമയവും എല്ലാ തവണയും നിർബന്ധത്തിന് വഴങ്ങേണ്ട കാര്യം എനിക്കില്ല. ഞാൻ മത്സര രംഗത്തില്ല. അത് അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇല്ല, അതായത് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നും വടകര മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ തലങ്ങളിൽ നിന്നും. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ഞാനില്ല. കാരണം നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടി വരുമല്ലോ ജീവിതത്തിൽ. ആ സമയമെത്തി. അതുകൊണ്ട് ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞാനില്ല. രാഷ്ട്രീയത്തിലുണ്ട്, സോഷ്യൽ എന്താ പറയുക സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ട്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞാനില്ല. അതൊക്കെ എന്തിനാ ഇപ്പോൾ അല്ല ഇപ്പോൾ ചോദിക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു പണി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ചോദിക്കും. അതെ അതെ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ആവശ്യപ്പെട്ടുള്ളൂ. ഞാൻ വേറൊരു രീതിയിൽ പറയാം. ഈ കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഈ കോൺടെക്സ്റ്റല്ല കേട്ടോ ഞാൻ പറയുന്നത്, സത്യാഗ്രഹ കോൺടെക്സ്റ്റല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് ഫ്രം എ ഡിഫറെൻറ്റ് ആംഗിൾ. ഒരു നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ പിന്നെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിനെതിരെ അങ്ങനെയുള്ള പല സംഗതി നടക്കുമ്പോൾ പ്രതികരിക്കുക എഴുത്തുകാരും ബുദ്ധിജീവികളും എല്ലാമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ അവർ വളരെ സൈലൻ്റാണ്. അത് വളരെ നമ്മളെ എന്താ പറയുക ഉത്കണ്ഠുണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം പ്രതികരിക്കേണ്ട ആ ഒരു വിഭാഗം ഇന്ന് മൗനം പാലിക്കുകയാണ് ഏത് കാര്യത്തിലെടുത്തു കഴിഞ്ഞാൽ. ഇപ്പം ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടി പിന്നെ ഭരിക്കുന്ന സർക്കാർ, ഇല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണതയുള്ള ആൾക്കാർ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ, മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് സ്പർദ്ധ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള പല സംഗതികളും പണ്ടായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എഴുത്തുകാരും ബുദ്ധിജീവികളും ചിന്തകരും അല്ലേ? ഇന്ന് അവർ സൈലൻ്റാണ്. അത് നമ്മളെ വല്ലാതെ എന്താ പറയുക പറയുന്നൊരു സംഗതിയാണത്. അവിടെ ഇവിടെയും ഒറ്റപ്പെട്ട ശബ്ദം കേൾക്കാമെന്നല്ലാതെ പണ്ടങ്ങനെയല്ലായിരുന്നു. വളരെ വൈബ്രൻ്റായിട്ടൊരു സമൂഹമല്ല നമ്മളത്. എന്തുകൊണ്ട് അവരിന്നിപ്പോൾ സൈലൻ്റ് ആവുന്നു? എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നു? ഒരു ഭയപ്പാടിൻ്റെ അന്തരീക്ഷമാണ് നമ്മൾ ചുറ്റുമുള്ളത്. അത് നല്ലതല്ല. പ്രത്യേകിച്ചൊരു പ്ലൂറലായിട്ടുള്ള ഡെമോക്രസിയിൽ, ഇത്ര ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടൊരു രാജ്യത്ത് പലതരം ചിന്താധാരകളും അഭിപ്രായങ്ങളും പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത്, എല്ലാ മതങ്ങൾക്കും അവരുടെ മതത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഇന്ത്യയിൽ അത് മാറി വേറൊരു രീതിയിലേക്ക് പോകുമ്പം ആരും പ്രതികരിക്കുന്നില്ല. അത് നമ്മുടെ വലിയ ആശങ്കയിലാണ് ആ കാര്യത്തിൽ.